പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുമിച്ച് ആശംസിക്കാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെയും കുടുംബജീവിതത്തെയും സമൂഹത്തെയൊക്കെ നമ്മൾ സമർപ്പിക്കുമ്പോൾ മൂന്നും നാലും തലമുറകളോളം കടന്നുപോയ നമ്മുടെ പൂർവികരെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർവിക ശാപത്തിൽ നിന്നൊരു മോചനം കിട്ടാനായിട്ട് പുറപ്പാണ്ട് പുസ്തകത്തില് 34-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു കണ്ടന്റ് പിടികിട്ടും. ആ വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കരുണയുടെ ചെറിയൊരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നമ്മുടെ കുടുംബത്തില് അല്ലെങ്കിൽ നമ്മുടെ ഏത് ജീവിതത്തിലേക്കാണ്, ഏത് ജീവിതാന്തസ്സിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്, അവിടെയൊക്കെ നമുക്കൊരു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി പോകുന്ന ചില അവസ്ഥകൾ, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ദുരാത്മാവ് ഇതിലേക്ക് നിർവീര്യമാക്കാൻ, തമ്പുരാന്റെ ആ ഒരു സ്നേഹത്തിലേക്ക് ലയിക്കാൻ, ഈശോയുടെ വലിയ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഈ പ്രാർത്ഥന, ഈ വചനത്തെ നമുക്ക് ചേർത്ത് വെക്കാം. തിരുവചനം ഇങ്ങനെയാണ്: കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3 തലമുറകളോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലം പറ്റി കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു: അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുഷ്ടാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അരുളി ചെയ്തു: ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തികൾ കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഈ വചനത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ അപ്പന്റെ കുടുംബം, അമ്മയുടെ കുടുംബം, ആ കുടുംബങ്ങളിൽ നിന്നെല്ലാം കടന്നു പോയിരിക്കുന്ന പൂർവികരെ, കടന്നുപോയ 3 തലമുറകൾക്ക് മുമ്പ് കടന്നുപോയ എല്ലാ പൂർവികരെയും ഈ പ്രാർത്ഥനയോട് ചേർത്ത്, ഈ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ചെയ്തു പോയ പാപങ്ങൾക്ക് ഒരു പരിഹാരം എന്ന പോലെ ഈ ചെറിയ കരുണയുടെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി പേർക്ക്